ഡെലിവറി ബോയായി ഒരു സാധാരണക്കാരനെ പോലെ നടക്കുന്ന അഭിനവ് യഥാർത്ഥത്തിൽ ഒരു വലിയ മാഫിയ ഗ്രൂപ്പിന്റെ ഉടമയാണ് എന്നുള്ള കാര്യം ആരും അറിഞ്ഞിരുന്നില്ല. എന്തിന് അവന്റെ ഭാര്യ പോലും അറിഞ്ഞില്ല. ഡെലിവറി ബോയായ അവൻ എന്തിനാണ് അവന്റെ കസ്റ്റമറിനെ ഇടിച്ചു തകർത്തത്? സിറ്റിയിലെ ടൈഗർ ഗ്രൂപ്പിന്റെ തലവൻ ഒരു ബോക്സിംഗ് ചാമ്പ്യനാണ് എന്നുള്ളത് ഒരു പുതിയ അറിവായിരുന്നു. റെസ്റ്റോറന്റിൽ വെച്ച് ഡേവിഡ് തരകന്റെ ഗുണ്ട എന്തിനാണ് അഭിനവിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നത്? ഒരു വലിയ മാഫിയ ഗ്രൂപ്പിന്റെ ഡോണായ അഭിനവ് അതെല്ലാം മറന്ന് ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് അവനെ ഞെട്ടിച്ചുകൊണ്ട് ആ ഫോൺ കോൾ വന്നത്. വർഷങ്ങൾക്ക് മുൻപ് അവന്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയ മാഫിയ ഗ്രൂപ്പിലേക്ക് തിരികെ പോകാനുള്ള ഒരു ക്ഷണമായിരുന്നു അത്. ചുറ്റും ശത്രുക്കൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു മുഖംമൂടി വെച്ച് നടക്കാനായിരുന്നു അഭിനവിന്റെ തീരുമാനം. ഭാര്യയുടെ മുമ്പിൽ അവൻ ഒരു സാധാരണ ഡെലിവറി ബോയ്. അതിന്റെ പേരിൽ അവന്റെ അമ്മായിയമ്മ ഷാർമിള എപ്പോഴും അവനെ വേദനിപ്പിക്കുമായിരുന്നു. അവന്റെ ഒരുക്കം കണ്ടാ തോന്നും കളക്ടർ ഉദ്യോഗത്തിന് പോവുകയാണെന്ന്. എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് പേപ്പർ ഒപ്പിട്ട് തന്നെ എന്റെ മകൾക്ക് ഇതിലും നല്ല ചെറുക്കനെ കിട്ടും. ഷാർമിള പറഞ്ഞത് അനന്യയുടെ ഓഫീസിലുള്ള ശ്രീരാഗിനെ പറ്റിയാണ്. ശ്രീരാഗ് ഓഫീസിലുള്ള ഒരു റിച്ച് ഡ്യൂഡ്. വാചക കസർത്ത് കൊണ്ട് മിനിറ്റ് വെച്ച് ഏത് പെണ്ണിനെയും വലയിലാക്കാൻ കഴിവുള്ളവൻ. അവന്റെ നോട്ടം മുഴുവൻ അനന്യയിലായിരുന്നു. ശ്രീരാഗിന്റെ ഈ സ്വഭാവം അറിയാവുന്ന അനന്യയുടെ മുത്തച്ഛൻ അവളെ അവന്റെ വലയിലാകും മുമ്പ് തന്നെ അഭിനവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. പക്ഷേ ഒരിക്കൽ കല്യാണം കഴിച്ചെങ്കിൽ എന്താ, അനന്യയെ ഇപ്പോഴും സ്വീകരിക്കാൻ ശ്രീരാഗ് തയ്യാറാണ്. ബിസിനസ് ടൂറിന്റെ കാര്യം പറഞ്ഞ് ശ്രീരാഗ് എപ്പോഴും അവളെ ശല്യം ചെയ്യുമായിരുന്നു. പക്ഷെ അനന്യ ബുദ്ധിയുള്ള പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ശ്രീരാഗിന്റെ വലയിലൊന്നും വീണില്ല. അവരുടെ കല്യാണ പാർട്ടിയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ഇവർ രണ്ടുപേരെയും തമ്മിൽ തെറ്റിച്ച് എങ്ങനെ അനന്യയെ സ്വന്തമാക്കാം എന്നതിനെ പറ്റിയുള്ള ചിന്തയായിരുന്നു ശ്രീരാഗിന്. നീ നോക്കിക്കോ, നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ തെറ്റിച്ച് ഞാൻ അവളെ സ്വന്തമാക്കും. ശ്രീരാഗ് അതിനുവേണ്ടി പല പദ്ധതികളും ആസൂത്രണം ചെയ്തു. പക്ഷേ അനന്യ നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടിയായതുകൊണ്ട് ശ്രീരാഗിന്റെ പദ്ധതികളിൽ വീണില്ല. ഒരു ദിവസം അഭിനവ് അവൻ ഡെലിവറി ബോയായി ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവുമായി അനന്യയുടെ ഒപ്പം കോളേജിലെ കൂട്ടുകാരുടെ ഗെറ്റ് ടുഗദറിന് പോയി. ഇവിടെയൊന്നും നിന്റെ ഫ്രണ്ട്സിനെ കാണുന്നില്ലല്ലോ. അവരിവിടെ ഉണ്ടാവും. ഇവിടെ വരാനാ പറഞ്ഞത്. അവര് നിന്നെ പറ്റിച്ചതാടാ. നിന്നെ പോലൊരു സാധാരണ ഡെലിവറി ബോയ് അവരുടെ കൂട്ടുകാരനാണെന്ന് പറയുന്നത് തന്നെ അവർക്ക് നാണക്കേടായിരിക്കും. നീ ആവശ്യമില്ലാതെ ചിന്തിക്കണ്ട. ഞാൻ അവരെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അഭിനവ് കൂട്ടുകാരെ അന്വേഷിച്ചു പോയി. അനന്യ അവിടെ തന്നെ നിന്നു. ആ ബാർ ഹോട്ടൽ മുഴുവൻ നടത്തിയിരുന്നത് ഡേവിഡ് തരകന്റെ ആൾക്കാരായിരുന്നു. അവരുടെ തീരുമാനം മാത്രമായിരുന്നു അവിടെ നടന്നിരുന്നത്. അഭിനവിനെ ഒപ്പം കൂട്ടാൻ മടിച്ച് അവന്റെ കൂട്ടുകാർ VIP ലോഞ്ചിലേക്ക് കയറി. ഈ സമയം ഡേവിഡ് തരകന്റെ ഗുണ്ടയുടെ ദേഹത്ത് അനന്യ അറിയാതെ ഒന്നിടിച്ചു. അയാൾ അവളുടെ മുഖത്തേക്ക് കോട്ട് വലിച്ചെറിഞ്ഞു. ഒരു അന്യപുരുഷൻ തന്റെ ദേഹത്തേക്ക് കോട്ട് വലിച്ചെറിഞ്ഞത് കാരണം അനന്യ അവിടെ അപമാനിക്കപ്പെട്ടു നിന്നു. അഭിനവ് ഒപ്പമില്ലാത്തത് കൊണ്ട് അവൾ കൂടുതൽ ഭയന്നു. സോറി സർ, അതറിയാതെ സംഭവിച്ചതാ. പക്ഷേ ഒരു സ്ത്രീയാണ് എന്ന് പോലും നോക്കാതെ ഡേവിഡ് തരകന്റെ ഗുണ്ട അനന്യയെ ഒരുപാട് ചീത്ത പറഞ്ഞു. സർ, ദയവ് ചെയ്ത് എന്നെ അപമാനിക്കരുത്, ആളുകൾ കാണുന്നുണ്ട്. അനന്യ എത്ര കാലു പിടിച്ച് പറഞ്ഞിട്ടും ഡേവിഡ് തരകന്റെ ഗുണ്ട താഴ്ന്നു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് പിന്നെയും ഹരം തോന്നി. തന്റെ കോട്ടിൽ മദ്യമൊഴിച്ചതിന് കാല് പിടിച്ച് മാപ്പ് പറയണമെന്നതായിരുന്നു അയാളുടെ ഡിമാൻഡ്. ഞാൻ സോറി പറയാം, കാല് പിടിക്കാൻ പറ്റില്ല. രംഗം കൂടുതലായിക്കൊണ്ടിരുന്നപ്പോൾ പിന്നിൽ നിന്ന് അഭിനവിന്റെ ശബ്ദം കേട്ടു. ആരാടാ എന്റെ ഭാര്യയോട് ദേഷ്യപ്പെടുന്നത്? അഭിനവിന്റെ ആ രൂപമെല്ലാം കണ്ടപ്പോൾ ഡേവിഡിന്റെ ഗുണ്ടയ്ക്ക് ചിരിയാണ് വന്നത്. ഇവനാണോ എന്നെ വെല്ലുവിളിക്കാൻ പോകുന്നത് എന്ന ഭാവമായിരുന്നു അവന്. മര്യാദയ്ക്ക് എന്റെ ഭാര്യയുടെ കാല് പിടിച്ച് മാപ്പ് പറ. അത് പറഞ്ഞപ്പോൾ ഗുണ്ടയ്ക്ക് കൂടുതൽ ദേഷ്യം വന്നു. അബി, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അയാൾ ഡേവിഡ് തരകന്റെ ആളാണ്. മാത്രമല്ല ടൈഗർ ഗ്രൂപ്പിലെ മെമ്പറാണ്. ടൈഗർ ഗ്രൂപ്പിലെ ലീഡർ വന്നാൽ പിന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അഭിനവ് അവൾ പറയുന്നൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഈ നിമിഷം നീ എന്റെ ഭാര്യയോട് മാപ്പ് പറ. ഡേവിഡ് തരകൻ അഭിനവിനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. അതിനുശേഷം ഫോൺ എടുത്ത് ടൈഗർ സിൻഡിക്കേറ്റിലെ നേതാവിനെ വിളിച്ചു. ഈ സമയം അഭിനവ് തന്റെ ഫോൺ എടുത്ത് ടൈഗറിന്റെ മുദ്രയുള്ള മോതിരം ഉപയോഗിച്ച് ഫോൺ അൺലോക്ക് ചെയ്തു. അപ്പോഴാണ് ഡേവിഡ് ഗുണ്ട തന്റെ മുന്നിൽ നിൽക്കുന്ന അഭിനവാണ് ടൈഗറിന്റെ നേതാവ് എന്ന് മനസ്സിലാക്കിയത്. പെട്ടെന്ന് ഗുണ്ടയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അപ്പോഴാണ് താൻ ടൈഗറിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് ഗുണ്ട മനസ്സിലാക്കിയത്. അയാളോട് തന്നെ മുട്ടുകുത്തി അവൻ മുന്നിൽ നിന്നു. സാർ, എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്നായിരുന്നു അയാളുടെ ചോദ്യം. ഇത്രയും ഹോൾഡുള്ള അഭിനവ് എന്തിനാണ് ഒരു സാധാരണക്കാരനെ പോലെ ഭാര്യയുടെ മുന്നിൽ ബിഹേവ് ചെയ്തത്? ഒരു സാധാരണ ഡെലിവറി ബോയ് ആയതിന്റെ പേരിൽ അവന്റെ അമ്മായിയമ്മ എപ്പോഴും അപമാനിക്കുമായിരുന്നു. എങ്കിലും ഇപ്പോൾ ഈ ഹോട്ടലിൽ വെച്ച് നടന്ന സംഭവം കാരണം അഭിനവിന് അനന്യയുടെ മുന്നിൽ ഒരു ഹീറോ ഇമേജ് ഉണ്ടായി. സത്യത്തിൽ നീ ആരാണ്? അയാൾ എന്തിനാ നിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നത്? അവൾ ചോദിച്ചതിനുള്ള ഉത്തരം അധികം താമസിയാതെ തന്നെ അവൾക്ക് ലഭിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അനന്യയുടെ മുത്തച്ഛൻ ഹരിദേവ മേനോൻ ഇരുവരും തമ്മിലുള്ള വിവാഹം നടത്തിക്കൊടുത്തത്. പക്ഷേ അഭിനവിന്റെ ഭാര്യയും അമ്മായിമ്മയും അവനെ ഒരു വേലക്കാരനെ പോലെയായിരുന്നു കണ്ടിരുന്നത്. കോളേജിലെ കൂട്ടുകാർ തന്നെ ഒഴിവാക്കിയതാണ് എന്ന് മനസ്സിലാക്കിയ അഭിനവ് അവരോടത് ചോദിക്കാൻ പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഷാർമിള അവനെ പുറകിൽ നിന്ന് തടഞ്ഞത്. കണ്ടാൽ തോന്നും കളക്ടർ ഉദ്യോഗത്തിന് പോവുകയാണെന്ന്. വന്ന് എന്റെ കാല്
കാല് കുഴമ്പിട്ട് തടയിത്ത. അതാണ് നിനക്ക് പറ്റിയ പണി. അവർ തമ്മിലുള്ള വഴക്ക് കേട്ട് അനന്യ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ അമ്മേ, മോളുടെ ഭർത്താവ് തിരുമ്മി തന്നാലേ നിങ്ങളുടെ കാലുവേദന മാറത്തുള്ളൂ. വീട്ടുവേലക്കാരന്റെ ജോലി പിന്നെ എന്താണ്? അവൻ വീട്ടുവേലക്കാരനല്ല, എന്റെ ഭർത്താവാണ്. അഭിനവ്, ഒരു ഭർത്താവിന്റെ കടമ മാത്രം നീ ചെയ്താൽ മതി. കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ടാണ് അനന്യ അഭിനവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ അവന് സന്തോഷമായി. നീ പോയി നിന്റെ ജോലി ചെയ്തിട്ട് വാ. അത് കേട്ടപ്പോൾ ശാർമിളയ്ക്ക് കൂടുതൽ ദേഷ്യം വന്നു. അഭിനവ്, നീ അങ്ങനെ ചിരിക്കണ്ട. അവളെന്റെ മോളാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ തെറ്റിച്ച് അവളെ കൊണ്ട് ഞാൻ വേറെ കല്യാണം കഴിപ്പിക്കും. ലോകത്ത് ഒരമ്മയ്ക്കും ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. അനന്യ ജോലി ചെയ്യുന്ന കമ്പനി ഇപ്പോൾ വലിയ നഷ്ടത്തിലാണ്. അത് ടൈഗർ മാഫിയ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന കമ്പനിയാണ്. അവർ അത് ഏറ്റെടുത്താൽ മാത്രമേ ആ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മാറാൻ കഴിയൂ. അത് നടക്കണമെങ്കിൽ അഭിനവ് ഒന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ അഭിനവ് തന്നെയാണ് ഈ ടൈഗർ എന്നുള്ള കാര്യം അനന്യയ്ക്ക് അപ്പോഴും അറിയില്ല. ഇത് ശരിയാവില്ല. ഈ കമ്പനി ഏത് നിമിഷവും പൂട്ടിപ്പോകും. അനന്യ ടെൻഷൻ ആവണ്ട, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. ശ്രീരാഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ള വേദിയല്ല ഇത്. നീ ഇപ്പൊ പറഞ്ഞതിനുള്ള ഉത്തരം ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നോ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ കേട്ടിട്ട് പോലും അവൻ ഒരു നാണക്കേടുമില്ല. അനന്യ പെട്ടെന്ന് ഫിനാൻഷ്യൽ ഓഫീസറിന് നേരെ തിരിഞ്ഞു. നീ പറ. അയാൾ ഉടനെ തന്നെ അയാളുടെ ലാപ്ടോപ്പ് തുറന്ന് കമ്പനിയെ രക്ഷപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള പ്ലാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആകുന്ന പ്ലാൻ അല്ലായിരുന്നു എന്നുള്ളത് ആ കമ്പനിയിലെ ഏറ്റവും സീനിയറായ രവികുമാറിന് അറിയാമായിരുന്നു. പക്ഷേ വയസ്സായ ആളുടെ അഭിപ്രായം കേൾക്കുന്നത് മണ്ടത്തരമാണ് എന്ന് പറഞ്ഞ് ശ്രീരാഗ് എപ്പോഴും അയാളെ കളിയാക്കുമായിരുന്നു. കമ്പനിയെ രക്ഷപ്പെടുത്താൻ ഒരു വഴിയുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊന്നും അറിയാതെ അഭിനവ് അവൾക്ക് വേണ്ടിയുള്ള ലഞ്ചുമായി ഓഫീസിലേക്ക് കയറി വന്നത്. ആ ഓഫീസിൽ ഒരു ഡാർക്ക് മൂഡായിരുന്നു. അഭിനവ് ഉടനെ തന്നെ റിസപ്ഷനിസ്റ്റിന്റെ അടുത്തേക്ക് പോയി. ഗുഡ് മോർണിംഗ് മിസ് റോസ്. എന്താ ഓഫീസ് മുഴുവൻ ഒരു ഡാർക്ക് മൂഡ്? ചുറ്റും നടക്കുന്ന കാര്യമൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിസപ്ഷനിസ്റ്റ് റോസ് TV സ്ക്രീൻ തുറന്നു വെച്ചു കൊടുത്തു. ടിവിയിൽ അനന്യയുടെ കമ്പനി. ഒന്നും പൂട്ടാൻ പോകുന്നില്ല. ഞാനില്ലേ അനന്യ? പതിയെ അഭിനവ് ടിവിയിലെ വാർത്ത ശ്രദ്ധിച്ചു. അനന്യ മേനോന്റെ കമ്പനി കേദാർ ഗ്രൂപ്പ് നൽകിയ ടെൻഡർ തുക ഇതുവരെ സർക്കാരിന് നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കൺസ്ട്രക്ഷൻ കൃത്യസമയത്ത് നടന്നില്ലെങ്കിൽ സർക്കാരിന് ഭീമമായ നഷ്ടപരിഹാരം കേദാർ ഗ്രൂപ്പ് നൽകേണ്ടി വരും. ഇപ്പോൾ കിട്ടിയ വാർത്ത, അനന്യ കമ്പനി കേദാർ ഗ്രൂപ്പ് സഞ്ജയ് രജപുത്രിയുടെ മകൻ ടൈഗർ സിൻഡിക്കേറ്റ് ഉടമ ഏറ്റെടുത്തിരിക്കുന്നു. വാർത്തയിൽ ഈ പറയുന്ന ടൈഗർ സിൻഡിക്കേറ്റിന്റെ ഉടമ തന്നെയാണ് അഭിനവ് എന്ന കാര്യം അവിടെ ഇരിക്കുന്ന ആർക്കും അറിയില്ല. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് അനന്യ ഞാൻ തന്നെയാണ് ടൈഗർ എന്നുള്ള കാര്യം അറിയിക്കണം. അഭിനവ് ഉടനെ തന്നെ കോൺഫറൻസ് ഹാളിലേക്ക് ഓടി കയറി ചെന്നു. റിസപ്ഷനിസ്റ്റ് റോസ് അവന് പിന്നിൽ നിന്ന് തടയാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ കോൺഫറൻസ് ഹാളിലേക്ക് ഇടിച്ചു കയറി. ഇവനാരെ അകത്തേക്ക് കയറ്റിവിട്ടത്? വീട്ടിൽ മോപ്പ് വെച്ച് കക്കൂസ് കഴുകുന്നവനൊക്കെ കോൺഫറൻസ് ഹാളിൽ കയറ്റിവിടാൻ ആരാ പറഞ്ഞത്? വളരെ നാടകീയമായി താൻ തന്നെയാണ് ടൈഗർ എന്നും അനന്യയുടെ കമ്പനി ഏറ്റെടുക്കാൻ പോകുന്നത് താനാണ് എന്നും അറിയിക്കാനായിരുന്നു അഭിനവിന്റെ പ്ലാൻ. പക്ഷേ സാഹചര്യം വഷളായതുകൊണ്ട് അതൊന്നും ഓർക്കാതെ ഹാളിൽ ഇടിച്ചു കയറി സംസാരിക്കാനാണ് അവൻ ശ്രമിച്ചത്. ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ ഇടയിലേക്ക് ഇടിച്ചു കയറി വന്നത് അനന്യ ഉൾപ്പെടെ അവിടെ നിന്ന് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അഭിനവ്, നിനക്കൊരു മാനേഴ്സ് ഇല്ലേ? ഇങ്ങനെയാണ് ഒരു കോൺഫറൻസ് ഹാളിലേക്ക് കയറി വരണ്ടേ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണം. ഈ കമ്പനി സ്റ്റേറ്റ് ഓവർ ചെയ്യുന്ന ടൈഗർ സിൻഡിക്കേറ്റിന്റെ ഉടമ അഭിനവ് ഞാനാണ്. നല്ല ബെസ്റ്റ് തള്ള്. ഇങ്ങനെ ഒരു ആൾമാറാട്ട കഥയുമായി കോൺഫറൻസ് ഹാളിലേക്ക് ഇടിച്ചു കയറാൻ നിനക്ക് എവിടുന്ന് ഇത്ര ധൈര്യം വന്നു? ശ്രീരാഗ് അവനെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിച്ചു. അനന്യ, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കേ. എന്റെ ഒരു ഒറ്റ സിഗ്നേച്ചർ മാത്രം മതി നിന്റെ ഈ കേദാർ ഗ്രൂപ്പിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാൻ. ഇത്രയും നാൾ ഡെലിവറി ബോയ് ആയി നടന്നിരുന്ന സ്വന്തം ഭർത്താവ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇടിച്ചു കയറി വന്ന് താനാണ് ഏറ്റവും വലിയ പണക്കാരനെന്നും കോടികളുടെ ബിസിനസ് സാമ്രാജ്യമുള്ള സഞ്ജയ് രജപുത്രയുടെ മകനാണ് എന്നും പറയുമ്പോൾ അവൾക്ക് അത് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. അഭിനവ്, എന്തായാലും എനിക്കിപ്പോ നിന്നോട് സംസാരിക്കാൻ പറ്റില്ല. എന്നെ ഇവിടുന്ന് പുറത്താക്കിയതോർത്ത് നീ ദുഃഖിക്കും. പക്ഷേ അവൻ പറയുന്ന ഒന്നും കേൾക്കാതെ അഭിനവിനെ ശ്രീരാഗ് വലിച്ചടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം സെക്യൂരിറ്റിയെ വിളിച്ച് അവനെ പുറത്താക്കാൻ പറഞ്ഞു. സെക്യൂരിറ്റി, ഇനി ഇതേപോലുള്ള ലോക്കൽസിനെ ഒരിക്കലും ഈ ഓഫീസിലേക്ക് കയറ്റിവിടരുത്. റിസപ്ഷനിസ്റ്റിനെ കാര്യം ഏൽപ്പിച്ച ശേഷം ശ്രീരാഗ് തിരിച്ച് കോൺഫറൻസ് ഹാളിലേക്ക് പോയി. നിങ്ങൾ എല്ലാവരും എന്തിനാണ് ഇയാളെ പിടിച്ച് പുറത്താക്കുന്നത്? ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ശമ്പളം തരുന്ന നിങ്ങളുടെ മേഡത്തിന്റെ ഭർത്താവാണ്. റിസപ്ഷനിസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് സെക്യൂരിറ്റിയെ വഴക്ക് പറഞ്ഞപ്പോഴേക്കും അയാൾ മാപ്പ് പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോയി. റോസ് അഭിനവിനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. നിങ്ങളുടെ ഈ സ്നേഹവും അനുകമ്പയും എന്റെ ഭാര്യയും അമ്മായിയമ്മയും എന്നോട് കാണിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഇത്രയും വഷളാകില്ലായിരുന്നു. ശ്രീരാഗ് നിന്നെ കളിയാക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ തെറ്റിച്ച് അനന്യയെ സ്വന്തമാക്കാനുള്ള പ്ലാനാണ് അവനുള്ളത്. അതുകൊണ്ട് അഭിനവിന്റെ കണ്ണെപ്പോഴും ഇരുവരുടെയും മേലുണ്ടായിരിക്കണം. ഒന്നും നടന്നില്ലെങ്കിൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവര് ചിലപ്പോ നിങ്ങളുടെ ഭാര്യ ഇല്ലാതാക്കും എന്ന് റിസപ്ഷനിസ്റ്റ് അഭിനവിനോട് പറഞ്ഞു. അപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം അഭിനവിന് കൂടുതൽ മനസ്സിലായത്. റിസപ്ഷനിസ്റ്റ് പോയ ശേഷം അവൻ ഒരു ഫോൺ എടുത്ത് വിക്രമിനെ വിളിച്ചു. ടൈഗർ സിൻഡിക്കേറ്റിലെ വെറും ഒരു സ്റ്റാഫ് ആയിരുന്നു വിക്രം. തലേ ദിവസം ഹോട്ടലിൽ വെച്ച് അഭിനവിനെ കണ്ടപ്പോൾ പേടിച്ച് കാലിൽ വീണായിരുന്നു വിക്രം. ലോകം മുഴുവൻ ഭയപ്പെടുന്ന ടൈഗർ സിൻഡിക്കേറ്റിന്റെ ഉടമയായ സഞ്ജയ് രജപുത്രയുടെ മകനാണ് അഭിനവ് എന്നുള്ള കാര്യം വിക്രം അപ്പോഴാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് അഭിനവ് ഒന്ന് ഫോൺ വിളിച്ചപ്പോഴേക്കും എല്ലാം അയാൾ ക്ഷമയോടെ കേട്ടു. വിക്രം, ഞാൻ ഈ കമ്പനിയുടെ ചാർജ് ഏറ്റെടുക്കാനുള്ള സമയമായി. ഒരു ഡെലിവറി ബോയ് എന്നുള്ള ഐഡന്റിറ്റിയിൽ നിന്ന് മാറി സഞ്ജയ് രജപുത്രയുടെ മകനാണ് ഞാനെന്നുള്ള കാര്യം എല്ലാവരോടും വിളിച്ചു പറയാൻ സമയമായി. അഭിനവ് വിക്രമിനോട് ഇത് പറഞ്ഞ ശേഷം ഒന്ന് തിരിഞ്ഞപ്പോഴേക്കും
മുത്തച്ഛൻ ഹരിദേവന്റെ വിശ്വസ്തനായ രാംകുമാർ അവിടേക്ക് ഇറങ്ങി വന്നു. അയാൾ ഒന്ന് സിഗരറ്റ് വലിക്കാൻ വേണ്ടിയായിരുന്നു പുറത്തേക്ക് വന്നത്. അപ്പോഴേക്കും അഭിനവ് അയാളുടെ അടുത്തേക്ക് വന്നു. ടൈഗർ ഗ്രൂപ്പ് നിങ്ങളുടെ കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ചിലപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ഈ ക്രൈസിസ് മാറും. ഇത് കേട്ടപ്പോൾ രാംകുമാർ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അഭിനവ് പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറായില്ല. പെട്ടെന്ന് അഭിനവ് തെളിവ് സഹിതം എല്ലാം കാണിച്ചു കൊടുത്തു. ഇത് കണ്ടതും രാംകുമാർ ഞെട്ടി. രാംകുമാർ ഉടനെ തന്നെ അഭിനവിനെ കൂട്ടി കോൺഫറൻസ് ഹാളിലേക്ക് കയറി. ഇവനെ ആരാ പിന്നെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ഇവനെ അകത്തേക്ക് കയറ്റരുതെന്ന് ഞാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞതല്ലേ? അപ്പോഴേക്കും രാംകുമാർ അഭിനവിനെ ആ കസേരയിൽ പിടിച്ചിരുത്തി. അഭിനവാണ് ടൈഗർ എന്നുള്ള സത്യം രാംകുമാർ അവിടെ കോൺഫറൻസ് ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാവരോടും പറഞ്ഞു. അഭിനവ് ഉടനെ തന്നെ തന്റെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. ഹലോ വിക്രം അങ്കിൾ. അഭിനവിന് വിക്രം അങ്കിൾ ആണെങ്കിലും പുറമേ കാണുന്നവർക്ക് വിക്രം ഒരു വലിയ ബിസിനസ് ഷോട്ടാണ്. അഭിനവ് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ വിക്രമിനെ വിളിക്കുന്നത് കണ്ട് അനന്യ ഉൾപ്പെടെ എല്ലാവർക്കും അത്ഭുതം തോന്നി. സത്യം പറ, നീ ആരാ? ഇതൊക്കെ നേരത്തെ ചോദിക്കണ്ടേ? അഭിനവാണ് ടൈഗർ ഗ്രൂപ്പിന്റെ ഉടമ എന്ന് അറിഞ്ഞപ്പോഴേക്കും ശ്രീഡാഗ് ശരിക്കും പേടിച്ചു. ശ്രീഡാഗിന് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത സിൻഡിക്കേറ്റിന്റെ ഉടമയാണ് അഭിനവിന്റേത്. ഇത് കള്ളം പറഞ്ഞ് ഭാര്യയുടെ സ്നേഹം സ്വന്തമാക്കേണ്ട ഗതികേട് എനിക്കില്ല. അഭിനവ് ഉടനെ തന്നെ ഫോൺ എടുത്തു വെച്ച് ആളുകളെ വിളിച്ചു. ഹലോ, ടൈഗർ ഹിയർ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കേദാർ ഗ്രൂപ്പ് നമ്മുടെ ടൈഗർ ഗ്രൂപ്പുമായി മെർജ് ചെയ്യാൻ പോകുന്നു. ഉടൻ തന്നെ അതിനെപ്പറ്റിയുള്ള പ്രസ് മീറ്റ് കൊടുക്കണം. കേദാർ ഗ്രൂപ്പിന്റെ ഷെയർ മണി കൂട്ടണം. അപ്പോഴാണ് അനന്യയുടെ മുത്തച്ഛൻ ഹരിദേവ മേനോൻ എന്തിനാണ് തന്നെ അഭിനവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് എന്ന് മനസ്സിലായത്. അയാൾ അവസാനമായി പറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. അഭിനവിനെ കൊണ്ട് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ മുത്തച്ഛന്റെ ഒരു കുറ്റബോധവുമില്ല. അവനേക്കാൾ മികച്ചൊരു ഭർത്താവിനെ നിനക്ക് വേറെ കിട്ടില്ല. ഇതായിരുന്നു മുത്തച്ഛൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണെന്ന് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നീ യഥാർത്ഥത്തിൽ ആരാണ്? എനിക്കറിയണം. അവൾ ചോദിച്ച ആ ചോദ്യത്തിന് പുഞ്ചിരി മാത്രമായിരുന്നു അവരുടെ ഉത്തരം. തന്റെ ഭാര്യയുടെ മുന്നിൽ ആളാകാൻ വേണ്ടി ശ്രീഡാഗ് കാട്ടിക്കൂട്ടിയ തെറ്റുകൾക്ക് പ്രതികാരം ചെയ്ത ശേഷം മാത്രമേ അവളുടെ ചോദ്യത്തിന് അവൻ മറുപടി പറയൂ. അഭിനവ് തന്റെ അച്ഛനെ തകർക്കാൻ ശ്രമിച്ചവനെ ബോക്സിംഗ് റിംഗിലിട്ട് അടിച്ചതിനെ പറ്റി അവൻ ഓർത്തു. എന്തു പ്രതികാരമാണ് ശ്രീഡാഗിനെ വേണ്ടി അഭിനവ് വെച്ചിരിക്കുന്നത്? താൻ ഇത്രയും നാൾ കളിയാക്കിയ അഭിനവ് ഇത്രയും വലിയൊരു പണക്കാരനാണെന്ന് അറിയുമ്പോൾ എന്തായിരിക്കും അവളുടെ റിയാക്ഷൻ? ഇത്രയും വലിയ മാഫിയ ഡോണിനോടാണ് ശാർമിള അമ്മായിമ്മ പോരുമായി നടക്കുന്നത്. എന്തെല്ലാമാണ് ഇനി നടക്കാൻ പോകുന്നത്? ഇതെല്ലാം അറിയണമെങ്കിൽ തുടർന്ന് കേൾക്കുക പോക്കറ്റ് എഫ്എമ്മിന്റെ ഓഡിയോ സീരീസ് ആയ ദ റിട്ടേൺ ഓഫ് ടൈഗർ. ആവേശകരവും രസകരവുമായ കൂടുതൽ കഥകൾ ഒരു ഹെഡ്സെറ്റിലൂടെ നിങ്ങളുടെ കാതുകളിലേക്ക് എത്താനായി ഉടൻ തന്നെ പോക്കറ്റ് എഫ്എമ്മിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതും തികച്ചും സൗജന്യമായി. ഡൗൺലോഡ് ദി ആപ്പ് നൗ.